കേരളത്തിൽ സിനിമ അല്ലെങ്കിൽ കേരളത്തിലെ സിനിമ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലെ നടന്മാർക്കും നടിമാർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഭയങ്കര അസൂയയാണ്. കാരണം ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ മോളിവുഡിലെ സിനിമയിൽ വന്ന് അല്ലെങ്കിൽ അതിലൊരു ഭാഗമാകണമെന്ന് ആഗ്രഹിക്കാത്ത നടന്മാർ കുറവാണ് പുറത്തുള്ളത്. ഒരു ഇംഗ്ലീഷ് നടന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെടുന്ന നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും നമ്മുടെ തിരക്കഥയുമാണ്, നമ്മുടെ സ്റ്റോറിയാണ്. മലയാള സിനിമ എല്ലായ്പ്പോഴും ഒരു സ്ലോ പേസ് ആണ്. വളരെ സ്പീഡിൽ വരുന്ന സിനിമകളെക്കാൾ കൂടുതൽ സ്ലോ പേസിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയും അതിന് കഥയും കഥാതന്തുവും എല്ലാം ഉണ്ട്. അതിനനുസരിച്ചാണ് ഈ പറയപ്പെടുന്ന നായകനും നായികയും മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാം അതോടൊപ്പം അഭിനയിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിയാണ്, നമുക്കറിയാം സിനിമാ തിയേറ്ററുകളിൽ 200 പടങ്ങൾ ഇറങ്ങുമ്പോൾ 20 വിജയിക്കുകയും അല്ലെങ്കിൽ 100 വിജയിക്കുകയും 100 പൊട്ടുകയൊക്കെ ചെയ്താൽ പോലും ഈ പടങ്ങൾ OTT വരുമ്പോൾ അത് പിന്നെയും മലയാളികളിൽ നിന്ന് കാണും, ഇഷ്ടപ്പെടും. ബിക്കോസ് ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് തിയേറ്ററിൽ ഹിറ്റടിക്കാതെ പോയേക്കാം. പക്ഷേ എന്നിരുന്നാലും സിനിമകളൊന്നും മോശമാണെന്ന് നമുക്ക് പറയാനില്ല. കാരണം നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമാണ്. അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ തിരക്കഥ എന്ന് പറയുന്ന സാധനങ്ങൾ ഗ്രേറ്റ് ആയിട്ട് ചെയ്യുന്ന വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു പാരമ്പര്യം മലയാള സിനിമയ്ക്കുണ്ട്. അതിൽ മെയിനായിട്ട് അതിൽ കിട്ടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്നാൽ മലയാള സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുകയാണോ സെൻസർ ബോർഡ് എന്ന ചോദ്യങ്ങൾ ചോദിച്ചു പോയാൽ അതൊരു തെറ്റായി മാറില്ല. ബിക്കോസ് അത് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ഈ ജൂൺ അവസാനം റിലീസ് ചെയ്യാനിരുന്ന JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപിയുടെ പടം അതിന് കത്രിക പൂട്ടിട്ടിരിക്കുകയാണ് സെൻസർ ബോർഡ്. വേറൊന്നുമല്ല, ഒരു കാരണവുമില്ല, ഒറ്റ കാരണമുള്ളൂ, പേര് മാറ്റണം. ജാനകി എന്ന പേര് അല്ലെങ്കിൽ ജാൻകി എന്ന പേര് മാറ്റണം. അത് സീതാദേവിയുടെ പേരാണ് അത്രേ. അതുകൊണ്ട് ഈ സിനിമയിലേക്ക് ആ പേര് ഉപയോഗിക്കാൻ പാടില്ല. പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു വിചിത്രവാദവുമായിട്ടാണ് സെൻസർ ബോർഡ്, അത് കേന്ദ്ര സെൻസർ ബോർഡാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം അവർ വാക്കാലാണ് പറഞ്ഞിരിക്കുന്നത്, വീഡിയോ കോളിലാണ് പറഞ്ഞത്, വാട്സപ്പിലുള്ള വീഡിയോ കോളിൽ പറഞ്ഞെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. സുരേഷ് ഗോപി മെയിൻ കഥാപാത്രമാവുകയും അതുപോലെ നമ്മുടെ അനുപമ പരമേശ്വരൻ കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര കഥാപാത്രമായി തിരിച്ചു വരികയും ചെയ്ത ഒരു മൂവി. അത് ഈ പറയപ്പെടുന്ന പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരനുഭവത്തിന് സ്റ്റേറ്റുമായിട്ട് നടത്തുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഈ പടം എന്ന്. നമുക്കറിയാം ജനഗണമന നമ്മുടെ പൃഥ്വിരാജിന്റെ പടം, അതിനകത്തുള്ള ആ ഒരു അടിപൊളി തിരക്കഥ, അതിനകത്ത് പൃഥ്വിരാജ് കടകടോരമായിട്ട് സംസാരിക്കുന്ന കുറെ ഡയലോഗുകളൊക്കെ നമ്മളെ കൊളിർമയിൽ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, അതിന് ഗൂസ് ബംസ് ഉണ്ടാക്കുന്നു, നമ്മളെ കുളിരണിയിക്കുന്ന കുറെ ഡയലോഗ് റെൻഡറിംഗ് ഒക്കെ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നമ്മൾ കേട്ടിരുന്നു. സലിം കുമാറിന്റെ കോർട്ട് റൂം ഒരു ആക്ഷനിൽ നമ്മളത് കണ്ടിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ്, എവിടുന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ എഴുതിക്കാൻ ഒരു കഥാകാരനെ, ഒരു തിരക്കഥാകൃത്തിനെ പ്രേരിപ്പിക്കുന്നത്. അതേ സ്വാതന്ത്ര്യം തന്നെയാണ് അത് റെൻഡർ ചെയ്യാനും അത് തന്റെ നായകനെ കൊണ്ടോ നായികയെ കൊണ്ടോ പറയിപ്പിക്കാനുമുള്ള ധൈര്യം സംവിധായകൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ അതെല്ലാം ഇല്ലാതിരിക്കുമ്പോഴുള്ള മലയാള സിനിമ വട്ടപൂജ്യമായി മാറുകയില്ലേ, മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ തകർന്നു പോവുകയില്ലേ എന്ന് ചോദിച്ചാൽ ആരാണ് എന്ന് സമാധാനം പറയുക? പ്രതിഭാധനനായ ഒരു കലാകാരൻ സുരേഷ് ഗോപി, അതുകൂടാതെ അദ്ദേഹം കേന്ദ്ര മന്ത്രിയും കൂടാണ്. അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയിൽ പോലും ഇങ്ങനെ കത്രിക പൂട്ട് വെക്കണമെങ്കിൽ എന്തായിരിക്കണം ഇവരുടെ ധാർഷ്ട്യം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. പോട്ടെ, അവർ കത്രിക പൂട്ടിട്ട് വെച്ചു, നമ്മൾ എപ്പോഴാണ് സെൻസർ ചെയ്യേണ്ടത്? നമ്മുടെ പടങ്ങളെല്ലാം സെൻസർ ചെയ്യേണ്ടതാണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിബേറ്റിന് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുറേയധികം സാധനങ്ങൾ ഡിബേറ്റിന് വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം മാർക്കോ പോലുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വന്നപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളും സാധാരണ കുട്ടികളുമായിട്ട് വന്ന് ബാലികാബാലന്മാരുമായിട്ട് വന്ന് സിനിമ കണ്ട പാരൻസിനെ നമുക്കറിയാം. അത് വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം അതൊരിക്കലും കുട്ടികൾക്ക് കാണേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നില്ല. അങ്ങനെയുള്ള സിനിമകൾക്ക് സെൻസർ ബോർഡ് മസ്റ്റായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, പാരൻസ്, അങ്ങനെയുള്ള ബോധമുള്ള പാരൻസ് ആയിട്ട് നമ്മൾ വളരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് കാണിക്കാൻ പാടില്ല. ശരി, നമ്മൾ തിയേറ്ററിൽ പോയി കാണണ്ട, പകരം അവരെ OTT വരുമ്പോൾ നമുക്കിരുന്ന് കാണാം എന്നൊരു ത്യാഗം പാരൻസ് അവിടെ ചെയ്യണം. അത് നമ്മൾ ചെയ്യില്ല. പകരം നമുക്ക് പോയി കാണാം, പക്ഷെ കുഞ്ഞുങ്ങൾ എന്ത് വേണമെങ്കിലും കണ്ടോട്ടെ. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ, അങ്ങനെയുള്ള ചിന്താഗതിയുള്ള പാരൻസ് കൂടിയുള്ള നാടാണ് നമ്മുടേത്. എല്ലാവരും അങ്ങനെ നല്ല, പക്ഷെ അപ്പൊ അതുകൊണ്ട് അവിടെ സെൻസർ ബോർഡിന് ഇടപെടാം. പക്ഷേ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ മൂവിയിൽ അവർ പറയുന്ന ഒറ്റ കാരണം, ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, ഇതൊരു ത്രില്ലറാണ്, ക്രൈം ത്രില്ലറാണ്, ഒരു ഡ്രാമയാണ്. സോ അതുകൊണ്ട് തന്നെ അതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്ന് തന്നെയാണ്. അപ്പൊ ജാനകി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സീതാദേവിയുടെ ഒരു പര്യായമാണ് ജാനകി എന്ന് വെച്ച് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്ര പേർക്കുണ്ട് ഹൈന്ദവ പുരാണങ്ങളിലെ പേരുകൾ, ക്രൈസ്തവ ബൈബിളിലെ പേരുകൾ, അല്ലെങ്കിൽ ഖുറാനിലെ പേരുകൾ. ഈ നമ്മളൊരു 100 പേരെടുത്താൽ അതിൽ 99.5% പേരുകളും പുരാണങ്ങളിൽ നിന്നുള്ള പേരുകളാണ്, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പേരുകളാണ്. അതിൻ്റെയൊക്കെ മോഡേൺ വേർഷൻസ് ആണ് നമ്മൾ ഓരോരുത്തരും വഹിച്ചുകൊണ്ട് നടക്കുന്ന പേരുകൾ എന്ന് പറയുന്നത്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിന്റെ ആവശ്യമെന്ന് പറയുന്നത് ടൈറ്റിൽ മാത്രം മാറ്റിയാൽ പോരാ, ജയന്തി എന്നാക്കണം ടൈറ്റിൽ. അതുകൂടാതെ കഥാപാത്രത്തിന്റെ ഉടനീളം അതായത് ഇതിന്റെ ഡയലോഗ് റെൻഡറിംഗ് മാറ്റണം, ഡബിങ് മാറ്റണം, എല്ലാത്തിലും കത്രയെ പൂട്ടാണ്. അതായത് ഈ പേര് വരുന്ന പരാമർശിക്കുന്ന എല്ലാ ഭാഗങ്ങളും മാറ്റി ജയന്തി എന്താക്കണം അത്രേ.
എന്തൊരു മ്ലേച്ഛമായിട്ടുള്ള എന്തൊരു തരം താണ നിലപാടുകളാണ് സെൻസർ ബോർഡ് എടുക്കുന്നത്. നമ്മുടെ പുരോഗമനമായിട്ടുള്ള ഒരു സമൂഹ സാഹചര്യത്തിൽ നമ്മൾ അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സെൻസർ ബോർഡിന് എന്താണ് പറ്റിയത്? അവരുടെ കിളി പാറിയിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അണിയറ പ്രവർത്തകർ പേര് മാറ്റാൻ യാതൊരു തരത്തിലുള്ള തയ്യാറുമല്ല. അവർ പറഞ്ഞ സിനിമ ഉപേക്ഷിച്ചാലും ശരി പേര് മാറ്റില്ല, കാരണം പേര് പോയാൽ സിനിമ പോയി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് മാറ്റാൻ തയ്യാറല്ല. ഇതിനെതിരെ തീർച്ചയായിട്ടും ഞങ്ങൾ സുപ്രീം കോർട്ടിൽ അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ഹർജി ഇന്നോ നാളെയോ സ്വീകരിക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഹൈക്കോർട്ടിൽ ഇതൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിനെതിരായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ദുഃഖകരമായ കാര്യം, ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നവരെ നിരാശരാക്കിക്കൊണ്ട് ഇതിന്റെ റിലീസിംഗ് മാറ്റി എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യത്തെയോ നമ്മുടെ പാരമ്പര്യത്തെയോ നമ്മുടെ കൾച്ചറിനെയോ ഒക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോൾ എമ്പുരാന്റെ കേസ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് പാർട്ടുകൾ അത് നമ്മുടെ കലാപത്തിനെ കുറിച്ച് ആഹ്വാനം ചെയ്യുകയും അതിനെ ഒരുപാട് ആൾക്കാരെ വ്രണപ്പെടുത്തുകയും കുട്ടികൾക്ക് പറ്റാത്ത പല സീനുകളും അതിനകത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ അണിയറ പ്രവർത്തകർ എടുത്തൊരു തീരുമാനം. എങ്കിൽ ഇതും സെൻസറിങ് കഴിഞ്ഞു വന്നൊരു പടമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്നത്. അതിലും ഇതിനകത്ത് നമ്മൾ അറിയാൻ സാധിച്ചൊരു കാര്യം, എമ്പുരാന്റെ കാര്യത്തിൽ അറിയാൻ സാധിച്ചത്, ഒരിക്കലും സെൻസർ ബോർഡ് അവരോട് ആവശ്യപ്പെട്ടില്ല, കേന്ദ്രീയ മന്ത്രാലയം ആവശ്യപ്പെട്ടില്ല എന്ന് തന്നെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അറിയിച്ചാണ്. ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ആ പടം കട്ട് ചെയ്യണമെന്ന്. സെൻസറിങ് കഴിഞ്ഞു വന്നൊരു പടമായിരുന്നു. എന്നിട്ടും ജനങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അത് കട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെൻസർ ചെയ്തിട്ടുള്ള വേർഷനാണ് പിന്നീട് തിയേറ്ററിൽ എമ്പാടും ഓടിയത്. ചരിത്ര വിജയം നേടിയ ലാലേട്ടന്റെയും പൃഥ്വിരാജ് സംവിധാനിച്ച എമ്പുരാന്റെയും ഹിസ്റ്ററി നമുക്കറിയാം. പക്ഷെ അത്രയും പോലും വിവാദമില്ലാത്ത ഈ പടം ഇറങ്ങിയിട്ട് പോലുമില്ല. ഇതിന്റെ തിരക്കഥ എന്താണെന്നോ കഥ തന്തു എന്താണെന്നോ പോലും നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. ഈ പറയപ്പെടുന്ന സെൻസറിന് അറിയാം, എങ്കിലും നാട്ടിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ. സിനിമ ഇറങ്ങുമ്പോഴേ അത് അവർക്ക് അറിയുള്ളൂ. അങ്ങനെ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇതിങ്ങനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫൈറ്റ് ചെയ്യപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കല അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു കല എന്ന് പറയുന്നത് ഇമാജിനറി വേൾഡിലെ ഒരു സാങ്കല്പികമായിട്ടുള്ള കഥയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ പൂർണ്ണത വേണമെങ്കിൽ അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം. തന്റെ നായകൻ എന്തെല്ലാം പറയണമെന്നുള്ള സ്വാതന്ത്ര്യം, അതെങ്ങനെ പറയണമെന്നുള്ള സ്വാതന്ത്ര്യം നടനും, അതെങ്ങനെ പറയിക്കണമെന്നുള്ള സ്വാതന്ത്ര്യം സംവിധായകനും, അതെങ്ങനെ എഴുതണമെന്നുള്ള സ്വാതന്ത്ര്യം തിരക്കഥാകൃത്തിനും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു സിനിമ വിജയിക്കുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തുന്നത്, ജനങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്നത്. സോ ഇങ്ങനെയുള്ള സിനിമകളെയൊക്കെ നശിപ്പിക്കാനാണോ സെൻസർ ബോർഡ് ഇരിക്കുന്നത്? സെൻസർ ബോർഡിന്റെ ഒരു അവകാശം തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ കേന്ദ്രീയ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ സെൻസർ ബോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻസർ ചെയ്യാൻ കാണിക്കുന്ന ഇവരുടെ ശുഷ്കാന്തിക്ക് സെൻസർ വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.